ദൈവം ഓരോ മനുഷ്യരെക്കുറിച്ചും എന്താഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം, എന്താണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 2, 3, 4 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇതിൻ്റെ 4-ാം വാക്യം മുതൽ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാവുന്ന വിചാരിക്കും. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം സകല മനുഷ്യരെയും കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുക എന്നുള്ളതും സത്യത്തെക്കുറിച്ച് അറിവുള്ളവരായി തീരുകയും വേണം എന്നുള്ളതാണ്. അതാണ് സത്യത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് സ്വർഗീയ ദൂതന്മാർ പാട്ടുപാടി സർവജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്ന യേശുക്രിസ്തുവിൻ്റെ ജനനം സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടിയോ പ്രത്യേക കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയോ അല്ല യേശുക്രിസ്തുവിൻ്റെ ജനനം. സർവജനത്തിനും എന്ന് പറഞ്ഞാൽ ആദാം ഉൾപ്പെടെ മുഴുവൻ മനുഷ്യർക്കും യേശുക്രിസ്തുവിൻ്റെ ജനനം കൊണ്ടും യേശുക്രിസ്തുവിൻ്റെ മരണം കൊണ്ടും രക്ഷയും സന്തോഷവും ലഭിക്കും എന്നുള്ളതാണ്. അതിൽ ജാതി വ്യത്യാസമോ വർഗവ്യത്യാസമോ സ്ഥലകാല വിഭജനമൊന്നും ബാധകമല്ല. അതുപോലെ തന്നെ ഇവിടെ ദൈവം പറയുന്നത് അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അതും ആദാമ്യ സന്തതിക്ക് മുഴുവനുള്ള രക്ഷയെക്കുറിച്ചാണ്. രക്ഷ എന്ന് പറയുമ്പോൾ ശിക്ഷ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സകല മനുഷ്യർക്കും ഒരുപോലെ ബാധകമായിരിക്കുന്ന ശിക്ഷ മരണമാണ്. മരണം ഒരു ശിക്ഷയായിട്ട് തന്നെ കണക്കാക്കണം. അനേകരും വിചാരിക്കുന്നത് പോലെ ജനിച്ചു പോയത് കൊണ്ട് മരിക്കുന്നു എന്നുള്ളതല്ല. മനുഷ്യൻ ജനിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചതും മനുഷ്യൻ എന്നേക്കും ജീവിച്ചിരിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ആ ജീവൻ എന്നേക്കും നിലനിർത്തണമെങ്കിൽ ദൈവത്തെ അനുസരിക്കണമെന്നുള്ള പ്രമാണം, ആ അനുസരണം പാലിക്കാൻ മനുഷ്യന് കഴിയാതെ വന്നതുകൊണ്ടാണ് മരണം സംഭവിച്ചത്. ആ മരണത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അങ്ങനെ മരണത്തിൽ നിന്ന് മനുഷ്യൻ മോചിക്കണമെങ്കിൽ സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കണം എന്നുള്ളതാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം കൊടുത്ത കൽപ്പനയിലും ഈ പരിജ്ഞാനത്തിൻ്റെ സൂചന ഉണ്ടായിരുന്നു. ആദ്യ മനുഷ്യനോട്
നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഈ വൃക്ഷഫലം ഭക്ഷിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് നന്മതിന്മകളെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ തുടക്കമാകുമെന്നുള്ളതാണ്. ആദി മനുഷ്യൻ മുതൽ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരും നന്മതിന്മകളെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിച്ചിട്ടുള്ളത്. ആ ആഗ്രഹം സഫലീകരിക്കാൻ ദൈവം ഒരു മാർഗവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദാമിനെ സംബന്ധിച്ചും ആദാമ്യ സന്തതി പരമ്പരകൾക്കും സത്യത്തെക്കുറിച്ചും ഒരു പരിജ്ഞാനമില്ലായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഒരു കാര്യത്തിനെ കുറിച്ച് പരിജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ആ കാര്യങ്ങളിൽ നമുക്ക് അറിവുണ്ടാകണം. അപ്പം അറിവാണ് നമ്മളെ പരിജ്ഞാനത്തിലേക്ക് നയിക്കുന്നത്. സാമാന്യമായ അറിവ് നമ്മളെ പരിജ്ഞാനത്തിലേക്ക് നയിക്കും. ഇവിടെ സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കണമെന്നാണ് പറയുന്നത്. എന്താണ് സത്യം? സത്യം വേദപുസ്തകം വെളിപ്പെടുന്നത് യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള സത്യമാണ് വേദപുസ്തകം വെളിപ്പെടുന്നത്. അനേകർക്കും യേശുവിനെക്കുറിച്ച് പിതാവായ ദൈവത്തെക്കുറിച്ചും വ്യക്തമായ പരിജ്ഞാനമില്ല. അപ്പോൾ പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും ഒരു പരിജ്ഞാനം ഉണ്ടാകണം. അതുണ്ടാകുക വഴി മറ്റുള്ള സത്യങ്ങളെക്കുറിച്ചും അറിവിലേക്ക് എത്താൻ കഴിയുമെന്നാണ്. അഞ്ചാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന മനുഷ്യനാം ക്രിസ്തുയേശു. അപ്പൊ എന്താണ് സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം? ദൈവം ഒരുവൻ എന്നുള്ള അറിവ്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എന്നുള്ള അറിവ്. അപ്പൊ ഒരു മധ്യസ്ഥൻ, ഒരു ദൈവം. ഈ മധ്യസ്ഥൻ മനുഷ്യന് വേണ്ടി നിലകൊള്ളുന്നതാണ്. ഇന്ന് ഭൂമുഖത്ത് അനേക മധ്യസ്ഥന്മാരുണ്ട്. ക്രൈസ്തവ മണ്ഡലത്തിൽ ഒരുപാട് മധ്യസ്ഥന്മാരുണ്ട്. അവരോട് പ്രാർത്ഥിക്കും, അവരോട് യാചനകൾ കഴിക്കും, അവരോട് ആവശ്യങ്ങൾ പറയും. പക്ഷെ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന മധ്യസ്ഥൻ ഒരാൾ മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവാണ്. പത്രോസിനോട് കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ജനങ്ങൾക്ക് പൊതുവെ പല അഭിപ്രായങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അപ്പോൾ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് വലിയൊരു സത്യം പത്രോസിന് വെളിപ്പെട്ടത്. ഈ സത്യമാണ് എല്ലാവരും അംഗീകരിക്കേണ്ടതും ഏറ്റുപറയേണ്ടതും. അങ്ങനെ ഈ സത്യം ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ ലഭിക്കുന്നത് നിത്യജീവനുള്ള അവകാശമാണ്.
നമുക്കിന്ന് നൽകിയിരിക്കുന്ന ഈ ജീവൻ അത് നിത്യജീവനാകണം. നമ്മുടെ ജീവൻ ഇപ്പോൾ നിത്യജീവനല്ല, അത് നശ്വരമാണ്. ആദാമിന് ഏദനിൽ നൽകപ്പെട്ട ജീവനും നിത്യജീവനായിരുന്നില്ല, അതൊരു താൽക്കാലിക ജീവനായിരുന്നു. ആ ജീവൻ നിത്യജീവനായി പരിണമിക്കണമെങ്കിൽ ആദാം ഈ കൽപ്പന എന്നും അനുസരിക്കണമായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് വരുന്നൊരാൾക്ക് നിത്യജീവന് അവകാശമുണ്ട്. ആ അവകാശം നിലനിർത്തണമെങ്കിൽ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസവും നീതീകരണവും ആവശ്യമായിരിക്കുന്നു. അതിൽ പരാജയപ്പെട്ടാൽ ആദാമിന് പറ്റിയ പരാജയം തന്നെ സംഭവിക്കും. അതുകൊണ്ട് പിതാവായ ദൈവത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ പരിജ്ഞാനം വേദപുസ്തകത്തിൽ നിന്ന് പ്രാപിക്കാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നു. അതുകൂടാതെയുള്ള മധ്യസ്ഥന്മാരും രക്ഷകന്മാരും പല വിഷയങ്ങളിൽ പലരുമുണ്ടെങ്കിലും അതൊന്നും നിത്യജീവനിലേക്ക് നയിക്കുന്ന രക്ഷകന്മാരും മധ്യസ്ഥന്മാരുമല്ല. അപ്പം എല്ലാവർക്കും രക്ഷ പ്രാപിപ്പാനുള്ള നിത്യപ്രമാണമായി യേശുക്രിസ്തുവിനെ ദൈവം നമുക്ക് മധ്യസ്ഥനായി നൽകിയിരിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ള ഏറ്റുപറച്ചിൽ, നമ്മുടെ മാതൃക, ഇതെല്ലാം യേശുക്രിസ്തു ആയിരിക്കണമെന്നാണ്. വിശ്വാസം ആരംഭിച്ചവനും പൂർത്തിയാക്കിയവനും ആണ് യേശുക്രിസ്തു. യേശുക്രിസ്തു വിശ്വാസം ആരംഭിച്ചു, കാൽവറി ക്രൂശിലെ മരണത്തോളം അനുസരണം കാണിച്ചു. അങ്ങനെ യേശുക്രിസ്തുവിനെ അനുസരിക്കുന്ന ഏവർക്കും നിത്യജീവൻ നൽകുവാൻ യേശുക്രിസ്തു പ്രാപ്തനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു മധ്യസ്ഥന്മാർക്കും കഴിഞ്ഞിട്ടില്ല. അനേക മധ്യസ്ഥന്മാരും പണ്ഡിതന്മാരും ശ്രേഷ്ഠന്മാരും ഈ ഭൂമുഖത്ത് ജനിച്ചിട്ടുണ്ടെങ്കിലും യേശുക്രിസ്തുവിനെ പോലെ അധികാരമായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനങ്ങൾ ലോകത്തിന് നൽകുകയും ചെയ്ത മറ്റൊരു വ്യക്തിയും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും യേശുക്രിസ്തുവിലേക്ക് തിരികെയും ഏക മധ്യസ്ഥവും ഏക മറുവിലയുമായി യേശുവിനെ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. പലരുടെയും വിചാരം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ യേശുവിൻ്റെ അമ്മയോട് പറഞ്ഞാൽ മതിയെന്നാണ്. യേശുവിൻ്റെ അമ്മ ഒരു വലിയ മധ്യസ്ഥയായി തീർന്നിരിക്കുന്നു എന്ന വിചാരം. യേശുവിൻ്റെ അമ്മയല്ല കാൽവറി ക്രൂശിൽ മരിച്ചത്. യേശുവിൻ്റെ അമ്മയ്ക്കും രക്ഷപ്പെടണമെങ്കിൽ യേശുവിൻ്റെ മറുവിലയിൽ വിശ്വാസം അർപ്പിക്കുകയും നീതീകരണം പ്രാപിക്കുകയും വേണം. അതുകൊണ്ട് മറ്റുള്ള പുണ്യവാളന്മാരോടുള്ള പ്രാർത്ഥന, പുണ്യവാളന്മാരെ മധ്യസ്ഥരായിട്ട് സ്വീകരിക്കുക, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തു ഒഴികെ മരിച്ചവരിൽ ആരും ഇതുവരെയും പുനരുത്ഥാനം പ്രാപിച്ചിട്ടില്ല. നാം മധ്യസ്ഥന്മാരെന്ന് കരുതിയിരിക്കുന്ന വിശുദ്ധന്മാരെല്ലാം അവർ മരണനിദ്രയിലാണ്.
അവരോട് പ്രാർത്ഥിക്കുക വഴി എങ്ങനെയാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്? മരിച്ചവരോട് പ്രാർത്ഥിച്ചാൽ മരിച്ചവരുടെ പ്രാർത്ഥന കേൾക്കുമോ? അപ്പം മരിച്ചവരിൽ നിന്ന് ആദ്യനായി ഉയർത്തിരിക്കുന്നത് യേശുക്രിസ്തുവാണ്. മറ്റുള്ളവരെല്ലാം പുനരുത്ഥാനം ചെയ്യുന്നത് യേശുവിൻ്റെ രണ്ടാം വരവിലാണ്. അതിൽ ആദ്യത്തെ പുനരുത്ഥാനം അപ്പസ്തോലന്മാർക്കുള്ളതാണ്. അപ്പസ്തോലന്മാരാരും പുനരുത്ഥാനം ചെയ്തിട്ടില്ല. അവരെല്ലാം മരണത്തിൻ്റെ ശൂന്യതയിൽ കഴിയുക. അപ്പോൾ പിന്നെ ജീവിച്ചിരിക്കുന്ന ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. അപ്പം ഈ ബോധ്യവും വിശ്വാസവും തിരുവെഴുത്തുകളിൻ പ്രകാരം നമ്മൾ ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്യുന്നു. ഏതാ? സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പോൾ സകല മനുഷ്യരെയും മരണത്തിൽ നിന്നും മോചിപ്പിക്കുവാനുള്ള ഏകമാർഗം യേശുക്രിസ്തുവിൻ്റെ ബലിയിൽ ഓരോരുത്തരും വിശ്വസിക്കുക എന്നുള്ളതാണ്. പുത്രനെ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്, പുത്രനെ വിശ്വസിക്കാത്തവന് ജീവനെ കാണുകയില്ല. അപ്പം എല്ലാവർക്കും ജീവന് വേണ്ടി കർത്താവിൻ്റെ രണ്ടാം വരവിൽ ഒരു പരിശോധന ഉണ്ടായിരിക്കും. ആ പരിശോധനയിൽ നിത്യജീവൻ പ്രാപിക്കണമെന്ന ആഗ്രഹമുള്ളവർ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുകയും ഏറ്റുപറയുകയും ദൈവത്തോട് നിരപ്പാകുകയും ചെയ്യണം. നിരപ്പാകുന്നത് ജീവിത വിശുദ്ധീകരണം കൊണ്ടാണ്, സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടാണ്. സ്നേഹത്തിലും സത്യത്തിൻ്റെ ആത്മാവിലും വളരുന്നവർക്ക് ആ രണ്ടാം വരവിൽ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ നിത്യജീവൻ അവകാശികളായിട്ട് ഈ ഭൂമിയിൽ എക്കാലവും വസിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ സാധിപ്പിക്കും. സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം ഇച്ഛിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് അവസാനിപ്പിക്കാം.